സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ആശങ്ക സമ്മാനിച്ചുകൊണ്ടാണ് കടപ്പളാമറ്റം പഞ്ചായത്തിൽ വീണ്ടും ഡെങ്കിപ്പനി മരണം സംഭവിച്ചിരിക്കുന്നത്. കടപ്പളാമറ്റം പഞ്ചായത്തിൽ ഇത് 4ാമത് ഡെങ്കിപ്പനി മരണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പാലായിൽ സ്വകാര്യ ആശുപത്രി ജീവനക്കാരിക്കാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. കടപ്പളാമറ്റം പഞ്ചായത്തിലെ ഇട്ടിയപ്പാറ കല്ലിടുക്കിയിൽ ജോയിയുടെ ഭാര്യ ലിസയാണ് വ്യാഴാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. 32 വയസ്സായിരുന്നു ഇവർക്ക്. കഴിഞ്ഞ ഒരാഴ്ചയായി പാലായിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നവരെ ബുധനാഴ്ചയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. വ്യാഴാഴ്ച മരണം സംഭവിക്കുകയായിരുന്നു. വയലായിലും കിഴക്കേ മാറിടത്തും വെള്ളാക്കൽ എന്നിവിടങ്ങളിലായി 3 പേരാണ് ഇതിനു മുമ്പ് മരിച്ചത്. കുറവലങ്ങാട് പഞ്ചായത്ത് പ്രദേശത്ത് മരിച്ച ഒരു വീട്ടമ്മയും കടപ്പളാമറ്റം പഞ്ചായത്ത് പ്രദേശത്തോട് ചേർന്ന് വരുന്ന മേഖലയിലായിരുന്നു. ഈ മേഖലയിൽ ഡെങ്കിപ്പനി മരണം ആവർത്തിക്കുന്നത് ജനങ്ങളിൽ വലിയ ആശങ്കയും ഭീതിയും സമ്മാനിച്ചിട്ടുണ്ട്. ഡെങ്കിപ്പനി മരണം ആവർത്തിക്കുമ്പോഴും മതിയായ ബോധവൽക്കരണ ശ്രമങ്ങൾ പോലും നടത്താൻ ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ്. കുറവലങ്ങാട്, കടപ്പളാമറ്റം, മരങ്ങാട്ടുപള്ളി, ഉഴവൂർ, വെളിയന്നൂർ, കടുത്തുരുത്തി, ഞീഴൂർ പഞ്ചായത്തുകളിൽ കാര്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നില്ലെന്നതും യാഥാർത്ഥ്യമാണ്. ചിലയിടങ്ങളിൽ നാമമാത്രമായി പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്യുന്നത് ഒഴിച്ചാൽ ഒരുവിധ പ്രതിരോധ പ്രവർത്തനങ്ങളും ശക്തമായി നടത്താൻ അധികൃതർക്ക് കഴിയുന്നില്ല. ആരോഗ്യവകുപ്പും ജനപ്രതിനിധികളും ശക്തമായി രംഗത്തിറങ്ങണം എന്ന ആവശ്യം ശക്തമായിട്ടുണ്ടെങ്കിലും ഇതിനെ മുഖവിലക്കെടുക്കാൻ പോലും പലയിടങ്ങളിലും പല ജീവനക്കാരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.